വെള്ളച്ചാട്ടം പോലെ നീരുറവ കിണറ്റിനകത്ത് വരുന്ന കണ്ടിട്ടുണ്ടോ? ദേ ഇതാണ് ആ കിണർ. എൻ്റെ പറമ്പിൽ കിണർ കുത്തിയത് അയൂൺ റിംഗ് വർക്ക്സുകാരാണ് കേട്ടോ. അപ്പം ആരാണ് അയൂൺ റിംഗ് വർക്ക്സുകാരെന്നല്ലേ? സർപ്രൈസ് ഒന്നും വേണ്ട, അതെൻ്റെ അപ്പനാ. എൻ്റെ അപ്പനാണ് ഞങ്ങളുടെ നാട്ടിൽ സുന്ദരകില്ലാടി. എല്ലാവരുടെയും കിണർ കുത്തുന്ന ആൾ അപ്പനാ. അപ്പനെ ഞങ്ങളുടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അപ്പൻ്റെ കൈക്ക് ഭയങ്കര ഐശ്വര്യമാണെന്നും അപ്പൻ കുത്തുന്ന കിണറിൽ വെള്ളം വച്ചില്ല എന്നും പിന്നെ അപ്പന് മറ്റുള്ളവരെ അപേക്ഷിച്ച് റേറ്റ് കുറവാണെന്നാണ്. പണ്ട് ഞങ്ങളുടെ ഒരു ബന്ധുവിന് കുത്തിയപ്പോൾ മാത്രമേ പരാതി കേട്ടിട്ടുള്ളൂ കേട്ടോ, അപ്പം കാശ് പറ്റിച്ചുകൊണ്ട് പോയിന്ന്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അറിയാവുന്ന പോലീസുകാരൻ രണ്ടിടി കൂടുതൽ കൊടുക്കും. പക്ഷെ അപ്പന് ബാക്കിയുള്ളിടത്തൊക്കെ നല്ല വർക്കും കാര്യങ്ങളുമാണ്. അപ്പൻ്റെ ശരിക്കുമുള്ള പ്രത്യേകതയാണ്, അപ്പൻ കിണർ കുത്തുമ്പം അവിടെ ആ കിണറ്റിൽ ഒരിക്കലും വെള്ളം വച്ചില്ല എന്ന്. ഞാൻ നേരിട്ട് വിശ്വസിച്ചിട്ടില്ലെങ്കിലും എൻ്റെ കിണറ്റിൽ ആദ്യമായി അപ്പൻ കുത്തിയപ്പം എനിക്ക് മനസ്സിലായി അപ്പൻ നല്ല ഐശ്വര്യമുള്ള കൈയാന്ന്. ഞങ്ങൾ ഈ പറമ്പ് വാങ്ങിയപ്പോൾ ആദ്യം കാണാൻ ചെളിയായിരുന്നു. അന്ന് അപ്പൻ എന്നോട് ചോദിച്ചു, മോളെ ഇവിടെ ശരിക്കും എന്തിനാ ഇത്രയും കാശ് കൊടുത്ത് ഈ പറമ്പ് മേടിച്ചേ? ഒരു ചെളി പോലാണെന്ന്. അപ്പനും പാപ്പനും ഒക്കെ 2 തൊടി കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കട്ടിയുള്ള കല്ല്. അപ്പൻ ഇത്രയും വർഷത്തെ എൻ്റെ പ്രവൃത്തി പരിചയത്തിൽ ആദ്യമായിട്ട് ഇത്രയും കട്ടിയുള്ള കല്ല് കിട്ടിയ. അങ്ങനെ അപ്പൻ്റെ തുടിച്ചെത്തൽ എന്നുള്ള മിഷൻ ഫെയിലായി. അപ്പം പറഞ്ഞു നമുക്കെന്നാൽ റിങ് ഇറക്കാം എന്ന്. അങ്ങനെ ചെത്തി താഴെ ചെന്നു, നീരുറവ കണ്ടു, പിന്നെയും ചെത്തി. ഒരിക്കലും എൻ്റെ കൊച്ചിൻ്റെ കിണറ്റിലെ വെള്ളം വച്ചരുത് എന്നുള്ള ആവേശത്തിൽ കുത്തി താഴെ പോയി. ഇപ്പം റിങ്ങിറക്കാൻ നോക്കിയപ്പം വെള്ളം പറ്റുന്നുമില്ല, എന്നാൽ തുടിച്ചെത്താൻ പറ്റുന്നു, തുടിച്ചെത്താനും പറ്റുന്നില്ല. 3 ദിവസമായിട്ട് മോട്ടറിട്ട് വെള്ളം അടിക്കുക, 2-3 മോട്ടറിട്ട് വെള്ളം അടിക്കും. പക്ഷെ അപ്പോഴത്തേക്ക് അത്രയും തന്നെ കയറും. ഇത്രയും തന്നെ വെള്ളം നിൽക്കുകയാണ് കേട്ടോ. ഇത് 6-7 തൊടിയാണ് ഈ വെള്ളം നിൽക്കുന്നത്. എന്ത് ചെയ്യണം? മകളുടെ കാര്യത്തിൽ ഏറ്റും പോയി, പിന്മാറാനും പറ്റുന്നില്ല, എന്നാൽ വേറൊന്നും വിട്ട് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലായി ഇപ്പോൾ അപ്പം. ഇത്രയും വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പം എത്രയൊക്കെ അടിച്ചിട്ടും ഇത് മേളിൽ തൂറ്റാ കേട്ടോ, അടിയിൽ തൂറ്റ് വേറെയുണ്ട്. എന്നാൽ പിന്നെ റിങ് ഇറക്കാതെ ബാക്കി വിടാമെന്ന് പറഞ്ഞ സുന്ദരകില്ലാടിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ സമ്മതിക്കുന്നില്ല അങ്ങോട്ട്. അപ്പം അത് പറ്റില്ല, ഞാൻ ഏറ്റുപോയതാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ മകൾക്ക് വാക്ക് കൊടുത്ത് മകളുടെ പറമ്പിൽ കുഴിക്കാൻ വന്ന് നഷ്ടക്കച്ചവടം നടത്തി വല്ലാണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു അപ്പൻ്റെ കഥയാണിത്. അങ്ങനെ സുന്ദരകില്ലാടിയുടെ ഏറ്റവും ടഫസ്റ്റ് കിണർ വർക്ക്